ഓം നഗുരോരധികം തത്വം നഗുരോരധികം തപ നഗുരോരധികം ജ്ഞാനം തസ്മൈ ശ്രീ ഗുരവേ നമഃ. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നനയാതെ കിടക്കണ്ടയോ? പ്രിയരെ, ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ സ്ഥാപിച്ച സംസ്കൃത സ്കൂളിന് പുതിയൊരു മന്ദിരം അത്യാവശ്യമായി വന്നു. അതറിഞ്ഞോടെ ഗുരുഭക്തന്മാരിൽ ചിലരെല്ലാം മുന്നോട്ട് വന്നു പലവിധ സൗകര്യങ്ങൾ ചെയ്യാമെന്നേറ്റു. അതേ തുടർന്ന് കെട്ടിട നിർമ്മാണത്തിന് വേണ്ട കുറെ ഉരുപ്പടികൾ പണിതീർത്ത് ഒരു ഷെഡുണ്ടാക്കി അതിനുള്ളിൽ അടുക്കി സൂക്ഷിച്ചു വെച്ചു. ഒരു ദിവസം ഗുരുദേവൻ ആ ഷെഡിലെത്തി ഉത്തരത്തിനും കഴുക്കോലിനും മറ്റും പാകപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്ന ആ തടിയുരുപ്പടികൾ പരിശോധിച്ചു നോക്കി തൃപ്തിപ്പെടുകയുണ്ടായി. അന്ന് രാത്രി ആശ്രമത്തിലുള്ളവരെല്ലാം ഉറക്കമായി കഴിഞ്ഞപ്പോൾ അവിടെ അടുത്തുള്ള ഒരുവൻ ആരുമറിയാതെ ആശ്രമത്തിലെത്തി. എല്ലാവരും ഉറക്കമായി കഴിഞ്ഞുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം അവൻ തടിയുരുപ്പടികൾ സൂക്ഷിച്ചിരുന്ന ആ ഷെഡിലേക്ക് ചെന്നു. അവൻ താമസിച്ചു വന്നിരുന്നത് തീരെ ചെറിയൊരു കൂരയിലായിരുന്നു. അക്കാലത്ത് പഴക്കം കൊണ്ടും പുതുക്കി പണിയാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടും ആ കൂരയുടെ മേൽഭാഗം ഒരു വശത്തേക്ക് ചാഞ്ഞു നിൽക്കുകയായിരുന്നു. ഏതു നേരവും നിലംപൊത്താവുന്ന വിധത്തിലായിരുന്നു ആ മേൽക്കൂരയുടെ നിൽപ്പ്. മഴ പെയ്താൽ ചോർച്ച കാരണം അവന്റെ കുഞ്ഞുങ്ങൾക്ക് അവിടെ കിടക്കുവാൻ കൂടി ഭയവും പ്രയാസവുമായിരുന്നു. അങ്ങനെ ആകെക്കൂടി ജീർണാവസ്ഥയിലായി നിന്നിരുന്ന ആ കൂരയുടെ ഒരു ഉത്തരം ദ്രവിച്ചു പൂർണ്ണമായും നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് മറ്റൊന്ന് സ്ഥാപിക്കാൻ മാർഗം കാണാതെ വിഷമിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു ആശ്രമത്തിൽ പുതിയ തടിയുരുപ്പടികൾ പണിത് സൂക്ഷിച്ചിരിക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായത്. അതിൽ നിന്നും ഒരു തടി മോഷ്ടിച്ചെടുക്കാനായിരുന്നു അവൻ ആ രാത്രിയിൽ അവിടെ എത്തിയിരുന്നത്. മുൻപ് മോഷണം നടത്തി പരിചയമില്ലാതിരുന്നതിനാൽ അവന്റെ കൈകാലുകളെല്ലാം അപ്പോൾ നന്നായി വിറക്കുന്നുണ്ടായിരുന്നു. ചങ്കിടിപ്പും അപ്പോൾ കൂടിക്കൂടി വരികയുണ്ടായി. ആ പരിഭ്രമങ്ങളെല്ലാം ഉണ്ടായിട്ടും ഒരു തടി മോഷ്ടിച്ചെടുക്കുവാൻ തന്നെ നിശ്ചയിച്ചുകൊണ്ട് അവൻ ആ ഷെഡിനുള്ളിലേക്ക് കയറി. എന്നിട്ട് നല്ല വണ്ണവും നീളവും ഉള്ള ഒരു തടി ശബ്ദമുണ്ടാക്കാതെ തള്ളി നീക്കിയും നിരക്കിയും ഒരു വശത്തേക്ക് മാറ്റിയിട്ടു. ആളനക്കം എങ്ങുമില്ലെന്ന് ഒരിക്കൽ കൂടി കാതോർത്ത് ഉറപ്പാക്കി. അതിനുശേഷം അവൻ ഒരു തടിയുടെ ഒരറ്റം പൊക്കി തോളത്ത് വെക്കാൻ ശ്രമിച്ചു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഭാരക്കൂടുതൽ കാരണം അവനതിന് കഴിയുകയുണ്ടായില്ല. അങ്ങനെ തീരെ തളർന്നും നിരാശപ്പെട്ടും വിഷമിച്ചു നിന്നപ്പോൾ പെട്ടെന്ന് ഒരാൾ ഇരുട്ടത്ത് അടുത്തേക്ക് നടന്നു വരുന്നത് അവൻ കണ്ടു. ഉടനെ ഓടി രക്ഷപ്പെടുവാൻ നോക്കിയെങ്കിലും അവന്റെ കാലുകൾക്ക് അപ്പോൾ അതിനുള്ള ബലമുണ്ടായില്ല. അതിനിടയിൽ അടുത്തു വന്ന ആളിനെ അവൻ കണ്ടു. അത് സാക്ഷാൽ ഗുരുദേവൻ തന്നെയായിരുന്നു. ആ സമയം അവൻ യാതൊന്നും ഉരിയാടാനാവാതെ ജീവച്ഛവം കണക്കെ നിന്നുപോയി. നിനക്ക് വേണ്ടത് ഈ തടി തന്നെയോ എന്ന് ഗുരുദേവന്റെ ചോദ്യം കേട്ട് അവൻ കരയാനും മാപ്പപേക്ഷിക്കുവാൻ തുടങ്ങി. എന്നാൽ അതൊന്നും ഗൗനിക്കാതെ ഗുരുദേവൻ പറഞ്ഞു, നീ ഇത് കൊണ്ടുപോയി കൂരയിൽ വെച്ചു കെട്ടണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നനയാതെ കിടക്കണ്ടയോ? ആ കൂറ്റാക്കൂറ്റിരുട്ടത്ത് അവന്റെ ഹൃദയത്തിന്റെ കരച്ചിൽ ഗുരുദേവൻ നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ ഉരുട്ടി നീക്കിവെച്ചിരുന്ന ആ തടി ഗുരുദേവൻ കൂടി പിടിച്ചു കൊടുത്തു അവന്റെ ചുമലിലാക്കി. അവൻ വളരെ കഷ്ടപ്പെട്ട് ആ തടി ഉരുപ്പടിയുമായി തന്റെ കൂരയിലേക്ക് നടന്നുപോയി. പിറ്റേ ദിവസം ഷെഡിൽ നിന്നൊരു തടിമോഷണം പോയതായി കണ്ടെത്തിയ ഒരു അന്തേവാസി ഓടിവന്ന് ഗുരുദേവനെ വിവരമറിയിച്ചു. അപ്പോൾ യാതൊന്നും അറിയാത്ത ഭാവത്തിൽ ഗുരുദേവൻ ചോദിച്ചു, തടിയോ മോഷണമോ? സ്നേഹപൂർവം, രഞ്ജൻ, കയനാടത്ത്.